പലതവണ ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് ഈ പേര് ഇടാൻ പാടില്ല. അതിന് അവർക്ക് ഉത്തരവില്ല. 3, സെൻസർ ട്രെയിലറിന് തന്നു. അതിനെ തുടർന്നാണ് ഞങ്ങൾ ഇത്രയധികം പോസ്റ്ററുകൾ അടിച്ചത്. 30,000-30,000-ഓളം പോസ്റ്ററുകൾ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേര്. ആ പോസ്റ്ററുകൾ ഇനി ഒട്ടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ പോസ്റ്ററുകളുടെ ഭാരത എന്ന വാക്ക് മറച്ചുകൊണ്ട് ഞങ്ങൾ ഈ ബാക്കിലെ സ്റ്റാൻഡിൽ മറച്ചതുപോലെ 30,000 പോസ്റ്ററിലും ആ പേര് മറച്ചുകൊണ്ട് വേണം ഇതിന്റെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ റിവ്യൂ കമ്മിറ്റിയിൽ പോയി ഈ പേര് വാങ്ങിക്കോളൂ. റിവ്യൂ കമ്മിറ്റിയിൽ പോയാൽ 20 ദിവസം മുതൽ 45 ദിവസം വരെ എടുക്കും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പറഞ്ഞ 8-ാം തീയതി എന്ന ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി ബോർഡുകൾ, ഹോർഡിങ്ങുകൾ, മെട്രോ പില്ലർ പരസ്യം, ഇതൊക്കെ നമ്മൾ 15 ദിവസത്തേക്ക് 20 ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. പിന്നെ വലിയ സിനിമകൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിൽ വൻ റിലീസുകൾ, മെയ്യിൽ വൻ റിലീസുകൾ. ഇതിനിടയിൽ കൊണ്ടുപോയി ഈ സിനിമ ഇറക്കാനും പറ്റില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ നിർദ്ദേശങ്ങളോട് പ്രതിഷേധമുണ്ടെങ്കിലും അത് അംഗീകരിക്കുക എന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുകയുണ്ടായത്. നമുക്കറിയാം, കോൺട്രവേഴ്സിയലായ കണ്ടന്റ് ഉള്ള ഇപ്പൊ കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുത്തു. അത് പ്രൊപ്പഗൻഡ സിനിമയാണ്. ആ പ്രൊപ്പഗൻഡ സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുത്തു, ഉള്ളടക്കം പ്രശ്നമായിട്ട്. പക്ഷെ ഉള്ളടക്കം പ്രശ്നമല്ലാത്തൊരു സിനിമയ്ക്ക് പേര് മാറ്റണം. അതായത് ഭാരതം എന്ന ഈ വാക്ക് ചില ആളുകളുടെ മാത്രം സ്വന്തമാണ് എന്ന് പറയാതെ പറയുകയാണ്. ഇവിടെ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് സെൻസർ ബോർഡ് കാണിക്കുന്നത് എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വളരെ മാനസികമായ ബുദ്ധിമുട്ടാണ് ഇത് തുടർന്ന് നമുക്കുണ്ടായത്. ഒരുപാട് അധിക ചെലവുകൾ, ഈ ബ്രാൻഡിങ് എല്ലായിടത്തും എത്തി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാക്കിയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുമ്പിൽ ഒന്നുകിൽ ഇന്ത്യ സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാർ. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് നിങ്ങൾ പേരാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭാരതമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കേരളമുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോ ആ ഒരു വാക്ക് ഞങ്ങളുടെ ബലമായ സംശയം, ഇതിപ്പോ ഇന്ത്യൻ സർക്കാർ ഉൽപ്പന്നം എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് സെൻസർ കിട്ടുമായിരുന്നു. എന്തുകൊണ്ട് ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് ഈ സിനിമയ്ക്ക് പേരിട്ടു എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതല്ലാതെ വേറൊരു ഇത്രയും ആപ്റ്റായ പേര് ഈ സിനിമയ്ക്കില്ല. അപ്പൊ ചില ആളുകളുടെ താല്പര്യം അത് ഒരു സിസ്റ്റത്തിന്റെ താല്പര്യമാക്കി മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ താല്പര്യം ചില ആളുകളുടെ താല്പര്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഈ കൊച്ചു സിനിമയെ ഉപദ്രവിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു നടപടി കൊണ്ടുണ്ടായിട്ടുള്ളത്. സംവിധായകൻ TV രഞ്ജിത്ത്. അല്ല, ഈ പറഞ്ഞതാണ് എനിക്കും റിപ്പീറ്റ് ചെയ്യാനുള്ളത്. അവര് എന്താണ് ഇതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇത് അതൊന്നുമില്ലാതെ പറയുന്നു, ഈ ഭാരതം എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നില്ല. അത് അവര് ക്ലിയർ ചെയ്ത് തരുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണുള്ളത്.